മുൻപ് എത്ര വലിയ ബഡ്ജറ്റ് ചിത്രമാണെങ്കിലും നായികമാർക്ക് ഉയർന്ന വേതനം ലഭിച്ചിരുന്നില്ല. സൂപ്പർ താരങ്ങൾ കോടിക്കണക്കിന് പ്രതിഫലം പറ്റിയപ്പോഴും നായികമാരുടെ പ്രതിഫലം ലക്ഷങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ദക്ഷിണേന്ത്യൻ സിനിമകളെ അപേക്ഷിച്ച് ബോളിവുഡിൽ കൂടുതൽ വേതനം നായികമാർക്ക് ലഭിച്ചു. എന്നാൽ പാൻ ഇന്ത്യൻ പടങ്ങളുടെ വരവോടെ ഇന്ത്യൻ സിനിമയിലെ പതിവ് സാമ്പത്തിക രീതികൾ മാറിയതോടെ ദക്ഷിണേന്ത്യൻ നായികമാരുടെ ശമ്പളവും കോടി ക്ലബിലെത്തി. നിലവിൽ തെക്കൻ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വേതനം വാങ്ങുന്ന നടിമാരുടെ പട്ടികയിൽ നയൻതാര മുന്നിലാണ്. പ്രായം കൂടിയതിനാൽ നടിമാരുടെ വേതനവും മാർക്കറ്റും ഇടിയുന്നതാണ് സാധാരണ കണ്ടുവരുന്നത്. എന്നാൽ 40 വയസ്സായിട്ടും നയൻതാര മികച്ച തുകയാണ് കൈപ്പറ്റിയിരുന്നത്. ജവാൻ എന്ന ബോളിവുഡ് പടത്തിലൂടെ ഉത്തരേന്ത്യയിലും തൻ്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയ നയൻതാര 1000 കോടി രൂപ വരുമാനമുണ്ടാക്കിയ ഈ പടത്തിന് ശേഷം ഇപ്പോൾ ഒരു പടത്തിന് 10 മുതൽ 12 കോടി വരെ ആവശ്യപ്പെടുന്നു എന്നാണ് വിവരം. എന്നാൽ മറ്റൊരു നായിക നടി ഇപ്പോൾ നയൻതാരയ്ക്ക് പ്രതിഫലത്തിൽ വെല്ലുവിളിയാകുന്നു എന്നാണ് പുതിയ വിവരം. സായി പല്ലവിയാണ് ആ നടി. അമരാൻ, തണ്ടേൽ എന്നീ പടങ്ങളുടെ വിജയത്തിലൂടെ സായി പല്ലവിയുടെ മാർക്കറ്റ് മൂല്യം വൻതോതിൽ ഉയർന്നിരിക്കുകയാണ്. തണ്ടേലിന് 10 കോടി വേതനം സായി വാങ്ങിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് ഏതാണ്ട് നായക നടൻ്റെ ശമ്പളത്തിൻ്റെ പകുതിയെങ്കിലും വരും എന്നും റിപ്പോർട്ടുണ്ട്. സായി പല്ലവി ഹിന്ദിയിൽ രാമായണത്തിൽ സീതയായി അഭിനയിക്കുന്നു. രൺബീർ കപൂർ രാമനായും യാഷ് രാവണനായും അഭിനയിക്കുന്ന ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് വേഗത്തിൽ പുരോഗമിക്കുകയാണ്. 2 ഭാഗങ്ങൾ ഉള്ള ചിത്രത്തിൽ 30 കോടി രൂപ വേതനമായി സായി പല്ലവിക്ക് ഉണ്ട് എന്നാണ് വിവരം. അതായത് ഒരു പടത്തിന് 15 കോടി. ഇതോടെ നയൻതാരയേക്കാൾ തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയായി സായി പല്ലവി മാറിയിരിക്കുകയാണ് റിപ്പോർട്ട്. സായി പല്ലവിയെ ഈ പദവിക്ക് തയ്യാറാക്കുന്ന ഈ വേതന വർധനവ് ന്യായമാണെന്നാണ് ട്രാക്കന്മാരുടെ അഭിപ്രായം. രാമായണത്തിന് പുറമെ സായി പല്ലവി തമിഴിൽ STR 49 എന്ന പടത്തിലും നായികയായി അഭിനയിക്കുവാൻ തയ്യാറെടുക്കുകയാണ്.